പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ച് പി വി അൻവർ. ഇനി അൻവർ പറയട്ടെ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലമ്പൂരിലെ പ്രസ്താവനയ്ക്കെതിരെയാണ് എടവണ്ണ ഒതായിലെ വസതിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അക്കമിട്ട പി വി അൻവർ മറുപടി നൽകിയത്. ആര്യടൻ ശൌക്കത്തുമായി വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. UDF വിജയം ആഗ്രഹിക്കാത്ത ചിലർ കോൺഗ്രസിലുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി സംസാരിക്കും. അതിനുശേഷം മറുപടി പറയും. തൃണമൂൽ കോൺഗ്രസിന് നിലമ്പൂരിൽ മത്സരിക്കേണ്ട സാഹചര്യം വന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രചരണത്തിനെത്തും. നിലമ്പൂരിൽ മത്സരിക്കുക തന്നെ ചെയ്യുമെന്നും പി വി അൻവർ പറഞ്ഞു. മുസ്ലിം ലീഗ് തന്റെ UDF പ്രവേശനത്തിനായി ആത്മാർത്ഥമായി ശ്രമിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി നല്ല നിലപാട് സ്വീകരിച്ചു. K സുധാകരൻ താനുമായി ചർച്ച നടത്തി. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നിരന്തരം വിളിക്കുന്നുണ്ട്. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി ജയതിലക്, CMP നേതാവ് ദാസേട്ടൻ ഉൾപ്പെടെ വീട്ടിലെത്തി തന്നെ കണ്ടു. ഇവരെല്ലാം UDF അധികാരത്തിൽ മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നവരാണ്. ആര്യടൻ ശൌക്കത്തിന് പിന്നാലെ രഹസ്യങ്ങൾ ഉൾപ്പെടെ പറയേണ്ടി വന്നാൽ പറയുമെന്ന താക്കീതും അൻവർ UDFന് നൽകുന്നു. ഈ കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്റെ പൊന്നരുണെ, കത്തടക്കം കൊടുത്തില്ലേ? നീ എന്താ നിലപാട് വ്യക്തമാക്കാൻ എന്താ ബാക്കി? ഞാൻ മലയാളം ഈ പറഞ്ഞത് മുന്നണിയിൽ എടുക്കണമെന്നുള്ള നിലപാടിൽ മുന്നോട്ട് പോകണം. ഏത് മുന്നണിയില്? അതിനല്ല കത്ത് കൊടുത്ത് കാത്തു നിൽക്കണം മാഷേ. സാറേ, മുരളീധരൻ വിളിക്കുന്നു, രമേശ് വിളിക്കുന്നു, സുധാകരൻ വിളിക്കുന്നു, ഇവരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നു. പക്ഷെ വി ഡി സതീശൻ മാത്രം താങ്കളെ ബന്ധപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. താങ്കൾ പലതവണ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ചോദിക്കട്ടെ, അദ്ദേഹത്തെ ആണല്ലോ UDF ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നോട് സംസാരിക്കാൻ. അപ്പം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച കാര്യം പുറത്തു പറയണ്ടേ? അതിനാണ് അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യാനുള്ള അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഈ നിമിഷം വരെ ഇല്ലല്ലോ. സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ മണ്ഡലത്തിലുണ്ടെന്ന് പറഞ്ഞു. പാർട്ടി സംസ്ഥാന നേതാവ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, താങ്കൾ നിലമ്പൂരിൽ മത്സരിക്കുന്നു. അത് 2 ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, മറ്റന്നാള് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അതിലെ തീരുമാനം, അതിന്റെ മുമ്പ് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിന് ഒരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ട്, അദ്ദേഹത്തെ സംസാരിക്കും. ഇല്ല, ഈ വിഷയവുമായി ബന്ധപ്പെടാൻ ഇല്ല. ഞാനിപ്പോ ശ്രമിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ എനിക്കൊരു പ്രയാസമില്ല. ഇപ്പൊ ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് ആകുന്നത്. KCയുടെ കൂടെ 5 വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റാ. അദ്ദേഹം KSU സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് KSU എന്താ പറയുക, മമ്പാട് കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ഇവരോടൊക്കെ ഉള്ള നല്ല സൗഹൃദം ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് എന്താ പറയാ, പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വളരെ കുറവാണ്. കാരണം അദ്ദേഹം 2001 MLA ആയിട്ട് വരുന്നത്. നമ്മൾ 2004, 2005 കൂടിയിട്ട് എന്തായി, DICയും ബാക്കിയുള്ളതായിട്ട് അവിടുന്ന് പോരുന്നുണ്ട്. അപ്പം 80 തൊട്ട് 2001 വരെയല്ലേ 20 കൊല്ലത്തെ ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളാണ്. അന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം 2001 തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് പ്രധാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും എന്തായി, നമ്മൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അല്ല, അതിനി UDF തീരുമാനിക്കട്ടെ, നമുക്ക് നോക്കാം. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്കായി താൻ പ്രവർത്തിക്കുന്നതാണോ തെറ്റെന്നും അൻവർ ചോദിച്ചു. വന്യമൃഗശല്യത്തിനും വനഭേദഗതി ബില്ലിനുമെതിരെ താൻ പ്രവർത്തിച്ചതാണോ തെറ്റെന്നും അൻവർ ചോദിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.